ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിന് നമുക്ക് പറ്റിയതായിട്ടുള്ള നല്ല രീതിയിലുള്ള വള്ളിപ്പായൽ ടൈപ്പ് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ വേറെ വാട്ടർ പ്ലാന്റ്സ് കാണിക്കില്ല. വള്ളിപ്പായലിൻ്റെ കുറേ ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഗപ്പീസ് ബ്രീഡിങ്ങിന് പറ്റിയ പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് വൺ പ്രയോറിറ്റി ആയിട്ടുള്ള എല്ലാവരെയും അറിയുന്നൊരു പ്ലാന്റാണ് നമ്മൾ ഫോക്സ് ടെയിൽ നമുക്ക് രണ്ടാമത് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവർക്കും അറിയുന്നുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഗപ്പി ഗ്രാസ്. അവനെ നമുക്ക് അത് കഴിഞ്ഞ് പറയാം. അപ്പോൾ ആദ്യം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കബോബയാണ്. കബോബ എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ഇതാ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കബോബ എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമുക്കൊരു ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു വാട്ടർ പ്ലാന്റാണ്. പിന്നെ ഇതിൽ നമുക്ക് ചെറിയ പൂക്കളും ഉണ്ടാവും. അങ്ങനത്തെ ഒരു വാട്ടർ പ്ലാന്റാണ് കബോബ. ഓക്കെ, അപ്പോൾ കബോബ എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ്സിൻ്റെ നമുക്കിതിൽ ഒരു ഗ്രീൻ കബോബയുണ്ട്. എൻ്റെ ഇപ്പോൾ ഗ്രീൻ കബോബ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഇല്ല. ഓക്കെ, ഇത് കബോബ ഇതിനകത്ത് കുറച്ചുണ്ട്. കബോബയും പിന്നെ ഗപ്പി ഗ്രാസും മിക്സ് ആയിട്ടാണ് ഇതിൽ കിടപ്പുള്ളത്. പിന്നെ കബോബ ഉണ്ട്, നമുക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിങ്ക് ഷെയ്ഡ് വരും. പിന്നെ ഒരു പിങ്ക് നല്ല കുഞ്ഞു പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ് കബോബ. പിന്നെ ഗപ്പി വളർത്തുന്നവർക്ക് കബോബ നമുക്ക് പ്ലാന്റഡ് അക്വേറിയത്തിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പ്രത്യേക ബ്യൂട്ടി തരും. പിന്നെ പ്ലാന്റഡ് അക്വേറിയത്തിൽ നമ്മൾ കബോബ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്ലാന്റാണ്, കുറച്ച് സെൻസിറ്റീവ് പ്ലാന്റാണ്. ഈ അക്വേറിയത്തിലെ പ്ലാന്റ്സുകളെല്ലാം സെൻസിറ്റീവാണ്, പക്ഷേ കുറച്ചുകൂടെ ഒന്നിലധികം സെൻസിറ്റീവാണ് നമ്മുടെ ഈ കബോബ എന്ന് പറഞ്ഞ ചേട്ടൻ. കുറച്ച് ആയി കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കീഴിൽ തന്നെ പലർക്കും എക്സ്പെരിമെൻറ്റ് പല ആവശ്യമായിട്ട് വാട്ടർ പ്ലാന്റ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം 10-20,000 രൂപയ്ക്ക് നമ്മൾ ആ പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മളിലുള്ള ഈ ഒരു പ്ലാന്റാണ്, ഇത് തന്നെയാണ് നമ്മൾ കബോബ. കുറച്ചുകൂടെ അതിൻ്റെ കളർ കണ്ടോ, ലൈറ്റ് കിട്ടുന്നതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ കളറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇത് തന്നെയാണ് കബോബ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ മെയിൻ അതിഥിയായിട്ടുള്ള നമ്മുടെ ഫോക്സ് ടെയിലിലേക്കാണ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫോക്സ് ടെയിൽ. അത്യാവശ്യം ഗപ്പി വളർത്തുന്ന എല്ലാവരുടെയും കയ്യിൽ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഗപ്പിയൊക്കെ വളർത്തുന്ന സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എവിടെ നിന്നെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് ഒപ്പിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ നമ്മുടെ ഫോക്സ് ടെയിൽ. ഈ ഫോക്സ് ടെയിലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോക്സ് ടെയിൽ വളരെ വേഗം തന്നെ ക്രൗഡായിട്ട് മാറുകയും ചെയ്യും. വലിയ രീതിയിൽ വെയിലില്ലെങ്കിൽ പോലും ഇവന് ആ വെയിലില്ലാത്ത കണ്ടീഷനിൽ പോലും ജീവിക്കാൻ വേണ്ടി പറ്റുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഫോക്സ് ടെയിൽ. സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് യൂസ് ചെയ്യാൻ കാരണം. പിന്നെ ഗപ്പി ഗ്രാസ് കുറച്ചുകൂടെ പാടാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആയി കിട്ടാൻ. പക്ഷേ ഫോക്സ് ടെയിൽ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്കിത് ആയി കിട്ടാൻ വേണ്ടി ഫോക്സ് ടെയിൽ. അപ്പോൾ നമുക്ക് അടുത്ത് വേറൊരു വാട്ടർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ പ്ലാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു യെല്ലോയിഷ് ഫ്ലവറാണ് വരുന്നുണ്ടോ. ഇത് നമ്മുടെ കോമൺ ബ്ലാഡർ വെർട്ട് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഓക്കെ, ബ്ലാഡർ വെർട്ട്. ഈ ബ്ലാഡർ വെർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ കുഞ്ഞു വെള്ളത്തിലുള്ള കുഞ്ഞു ജീവികളെയൊക്കെ കഴിക്കും. കണ്ട, ഇതിൽ നിറച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ വേണ്ടി പറ്റും, നിറച്ച് ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് വഴി ഇതൊരു കാർണിവോറസ് പ്ലാന്റാണ്. നമുക്ക് വാട്ടർ പ്ലാന്റുകളിൽ തന്നെ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചൊരു പ്ലാന്റാണ്. കാരണം വെള്ളത്തിലുള്ള കുഞ്ഞു ജീവികളെ കഴിക്കാൻ കഴിവുള്ളൊരു പ്ലാന്റാണ്. കാരണം ഈ കുഞ്ഞു ഓപ്പണിങ്സ് വഴി ഇവ കഴിക്കും. ഈ ഒരു പ്ലാന്റ് ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റ് ലഭിച്ചത് നമ്മളെ കൊഴുത്തറ എന്ന് പറയുന്ന നമ്മുടെ മാർത്താണ്ഡത്തിൻ്റെ കുഴുത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടെ നമുക്ക് വെള്ളം ഒഴുകുന്ന ഒരു പ്ലേസിൽ പോയി ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് ഞാൻ തന്നെ കളക്ട് ചെയ്തു. അന്ന് അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകാൻ ചിലവാക്കിയത് ഒരു 100-200 രൂപ ചിലവാക്കി. പക്ഷേ ഇന്നൊരു പ്ലാന്റ് ഏകദേശം സെയിൽ ചെയ്ത് ഒരു 5,000-6,000 ആ ഒരു റേഞ്ച് നമുക്ക് ഈ ഒരു പ്ലാന്റിന് മാത്രം സെയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ വാട്ടർ പ്ലാന്റ്സിനെ പ്രത്യേകത. നമ്മൾ എവിടെയെങ്കിലും ഒരെണ്ണം കളക്ട് ചെയ്തൊരു പുതിയൊരു വെറൈറ്റി നമ്മൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടും. പിന്നെ വേറൊരു വാട്ടർ പ്ലാന്റ്, നിങ്ങൾ വിചാരിക്കും ഇത് പായലാണെന്ന്, പക്ഷേ ഇത് പായലല്ല. ഈ പായലിൻ്റെ ഇടയ്ക്ക് വേര് പോലെ പോകുന്ന വേറൊരു വാട്ടർ പ്ലാന്റ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പല വെറൈറ്റീസ് ഓഫ് ഇതൊക്കെ വള്ളിപ്പായലിൻ്റെ വെറൈറ്റിയാണ്. കണ്ടോ, ഇങ്ങനത്തെ വേര് വരുന്നൊരു പ്ലാന്റാണ്. കണ്ടോ, ഇതും നമ്മളെ ഒരു എൻഡമിക് സ്പീഷീസാണ്. നോർമലി നമ്മൾ വേരില്ലാത്ത ആളി എന്നൊക്കെ പറയൂല, നോർമലി നമ്മുടെ പുറത്ത് കാണപ്പെടുന്നത്. പക്ഷേ അതുപോലെ വെള്ളത്തിൽ കാണപ്പെടുന്നൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. ഇതിങ്ങനെ പോയിട്ട് ഇതിൽ കണ്ടല്ലേ പ്ലാന്റ്, ഇതുപോലത്തെ ഒരു ഫ്ലവറും തരും. നിറച്ച് എൻ്റെ ഈ പ്ലാന്റ് ഉണ്ട്. പക്ഷേ ഇതിനെ സെപ്പറേറ്റീവായി ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലും ആൽഗയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് തരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ടേക്കാൻ കാരണം. ഇതിനകത്ത് നിറച്ച് ഫോക്സ് ടെയിലൊക്കെ ഉള്ളതാണ് പ്ലാന്റ്. ഇതിനകത്തുള്ള ഫിഷിൻ്റെ അവസ്ഥയൊക്കെ വളരെ കഷ്ടമാണ് നിറച്ച് പ്ലാന്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് ഉണ്ടോ. നമ്മുടെ ബ്ലാഡർ വെർട്ട് നല്ല പൂക്കൾ തരും. കണ്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ്. ഇങ്ങോട്ട് തിരിയുടെ പൂക്കുണ്ട്, ഇവിടെ ഉണ്ടാകുന്ന പൂക്കളെല്ലാം അണഞ്ഞു പോയി. ഇവിടെയും പൂവുണ്ട്. ഓക്കെ, ഇതാണ് ബ്ലാഡർ വെർട്ട്. കണ്ട, നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഇതിലൊക്കെ ഞാൻ ബ്ലാഡർ വെർട്ട് മാത്രം കണ്ടിട്ടുള്ളൂ. ബ്ലാഡർ വെർട്ടും അത്യാവശ്യം നമുക്ക് വല്ലപ്പോഴൊക്കെ സെയിൽ കിടക്കാറുണ്ട് ഈ ബ്ലാഡർ വെർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സിൽ നമുക്ക് ഗപ്പികൾക്ക് ഒളിച്ചിടക്കാൻ വേണ്ടി പറ്റിയതായിട്ടുള്ള വള്ളിപ്പായൽ ടൈപ്പ് പ്ലാന്റ്. ഇത്രയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനിയും 2-3 വെറൈറ്റീസൊക്കെ എന്തായാലും ഇതിനേക്കാളും വെറൈറ്റീസ് ഉണ്ടാവും പലയിടത്തും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും തന്നെയാണ് സെയിലിനുള്ളത്. സെയിലിനും പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പ്ലാന്റ്സിനും ഫിഷിനും ഒക്കെ നമുക്ക് നമ്മൾ ഫിഷിനൊക്കെ ഇട്ട് കൊടുക്കുന്ന പ്ലാന്റ്സ് ഇത്രയും തന്നെയാണ്. ഈ വാട്ടർ പ്ലാന്റ്സിൽ നമുക്ക് ഇങ്ങനത്തെ പ്ലാന്റ് ഉള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുമായിട്ട് പരിചയപ്പെടാം. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ഉടനെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ 9809806874 എന്നാണ്. ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.